മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഫസ്റ്റ് 4 ഡേയ്സ് കണ്ടിന്യൂസ് അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഫ്രൈഡേയോടുകൂടി മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 75 പോയിൻറ്റ്സിനടുത്ത് നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് പോയി. നിഫ്റ്റി ക്ലോസിംഗ് 5652 ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രൈഡേ മാത്രമാണ് മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഫീൽ ചെയ്തത്. ബാക്കി ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടിന്യൂസ് അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ പ്രധാന റീസൺ FISൻ്റെ ബൈയിങ് സൈഡ് തന്നെയായിരുന്നു. FIS 3046 ക്രോസാണ് 4 ദിവസം കൊണ്ട് ബൈയിങ് നടത്തിയത്. റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന വളരെ നല്ലൊരു ഫിഗർ തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി മാർക്കറ്റിനെ ഈ ഒരു ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ ആവശ്യമാണ്. ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ ഒരു കൺഫ്യൂഷനിലാണ്. പലർക്കും ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ പ്രതീക്ഷിക്കാമോ, അതുകൂടാതെ ഇപ്പോഴത്തെ നിലയിൽ ഇത്രത്തോളം ഹയർ ലെവൽ വന്ന മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് അനിവാര്യമല്ലേ, ഇങ്ങനെ ഒട്ടനവധി ക്വസ്റ്റ്യൻസ് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം റൈസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലയിൽ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷന് സാധ്യത കുറവാണ്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷന് സാധ്യത കുറവാണ്. എന്നാൽ ചെറിയ ചെറിയ കറക്ഷൻസ് മാർക്കറ്റിൽ സംഭവിക്കാം. ഇനി ഇതിൻ്റെ ഒരു പ്രധാന റീസൺ ഇപ്പോഴത്തെ ഈ മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് വരാനുള്ള പ്രധാന കാരണം ലിക്വിഡിറ്റി തന്നെയാണ്. FISൻ്റെ വലിയൊരു ഫണ്ട് ഫ്ലോ ഇന്ത്യയിലേക്ക് വന്നു. പലപ്പോഴും മാർക്കറ്റിനെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന FISൻ്റെ ബൈയിങ് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ റീസെൻറ്റ് ബൈയിങ് 5700 മുകളിൽ പോലും FIS സ്ട്രോങ് ബൈയിങ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾക്ക് കാണാം. ഇനി ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് കുറച്ച് ഹയർ ലെവൽ പോകണമെങ്കിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ട്രിഗേഴ്സ് ആവശ്യമാണ്. അതിൽ പ്രധാനം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് തന്നെയാണ്. 12-ാം തീയതിയോടുകൂടി ഇൻഫോസിസിൻ്റെ റിസൾട്ട് വരുന്നു. 14-ാം തീയതിയോടുകൂടി TCSൻ്റെ റിസൾട്ട് വരുന്നു. അങ്ങനെ റിസൾട്ട് സീസൺ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോകാം. മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. അതുപോലെ ഗ്ലോബൽ എക്കോണമിയിൽ നിന്ന് വരുന്ന ന്യൂസുകൾ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്ന് വരുന്ന ന്യൂസുകളും പൊളിറ്റിക്കൽ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ന്യൂസുകളും മാർക്കറ്റിനെ അടുത്ത ഏത് ലെവലിലേക്ക് മാർക്കറ്റ് പോകണം എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ന്യൂസുകളായിരിക്കും. അതിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ എക്കോണമിയിൽ നിന്ന് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇക്കോണമിയെ ഇപ്പോഴും പ്രധാനമായിട്ടും ബാധിച്ചിരിക്കുന്ന പ്രശ്നം ഹയർ ലെവലിൽ നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ലെവൽ നിൽക്കാൻ കാരണം ഇൻഫ്ലേഷൻ കൂടി വന്നതുകൊണ്ട് RBI ഓരോ ഘട്ടം ഘട്ടമായിട്ട് റേറ്റ് ഹൈക്ക് കൊണ്ടുവന്നു. അത് ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ലെവൽ നിൽക്കുന്നു. ഈ ഒരു റീസൺ ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചും ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ലോങ് ടൈം GDP മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരിക എന്നുള്ളത് ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ തന്നെയാണ്. അതിനുള്ള മെഷേഴ്സ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വരണം. പിന്നെ രണ്ടാമതായി ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കുന്ന ഘടകം മൺസൂണാണ്. മൺസൂണിനെ കുറിച്ച് ഇപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുന്നില്ല. വളരെ നല്ലൊരു മൺസൂൺ വളരെ അത്യാവശ്യമാണ് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന്. അത് അങ്ങനെ വളരെ നല്ല മൺസൂൺ ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇന്ത്യക്കകത്തു നിന്നുള്ള ഇക്കോണമിയിൽ നിന്നുള്ള ഒട്ടനവധി ന്യൂസുകൾ, അതുപോലെ പൊളിറ്റിക്കൽ ലെവൽ ഉള്ള ന്യൂസുകളും കുറച്ച് ചെറിയ ചെറിയ നെഗറ്റീവ് ന്യൂസുകൾ ഇപ്പോഴും വരുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇന്ത്യൻ ഇക്കോണമിയിൽ നിന്ന് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ. കൂടാതെ ക്രൂഡ് ഓയിൽ പ്രൈസ് നമ്മൾക്കറിയാം കുറച്ചൊരു ലോവർ ലെവലിലേക്ക് വന്നെങ്കിലും വീണ്ടും കുറച്ചൊരു ഹയർ ലെവലിലേക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഘടകങ്ങൾ മൺസൂൺ, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, അതോടൊപ്പം തന്നെ ഹയർ ലെവലിൽ നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, ക്രൂഡ് ഓയിൽ പ്രൈസൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുകയാണെങ്കിൽ മാത്രമേ FIS വീണ്ടും ഫർദർ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യതയുള്ളൂ. അതോടൊപ്പം തന്നെ ഗ്ലോബൽ എക്കോണമിയിൽ നിന്നുള്ള ന്യൂസുകൾ, യൂറോപ്പിൽ നിന്നും ഗ്രീക്കിൽ നിന്നുള്ള ന്യൂസുകൾ തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും. റീസെൻ്റായിട്ട് US നിന്ന് വന്നിരിക്കുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റയൊക്കെ വളരെ പോസിറ്റീവാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വേൾഡ് എക്കോണമിയിൽ നിന്നും ഇന്ത്യൻ എക്കോണമിയിൽ നിന്നും അതോടൊപ്പം തന്നെ FISൻ്റെ ബൈയിങ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ ലെവൽ പോകാം. പക്ഷേ ഈ ഒരു കറണ്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് കുറച്ച് ഹയർ ലെവൽ പോകണമെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആവശ്യമാണ്. FISൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ നമ്മൾക്ക് ഈ ഒരു കറണ്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു ഹയർ ലെവൽ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ലാസ്റ്റ് വീക്ക് 5730 എന്ന് പറയുന്ന ലെവൽ ഒരു ഫസ്റ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 5730 മുകളിൽ മാർക്കറ്റിന് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ലെവൽ വന്നതിന് ശേഷം മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനിയും മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷന് കൂടെ സാധ്യതയുണ്ട്. ഈ ഒരു ടെക്നിക്കലി മാർക്കറ്റിനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ
ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ വരാവുന്ന ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 5600 ആണ്. 5600 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 5530, ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞ ഒരു ലെവൽ, ഈ രണ്ട് ലെവലാണ് സപ്പോർട്ട് സോണായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഇനിയത്തെ നിലയിൽ 5500 ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ ലോവർ ലെവലിൽ പോകാം. പക്ഷെ അതിനുള്ള സാഹചര്യം ഇപ്പോൾ കാണുന്നില്ല. അത് റിസൾട്ടിന് ശേഷം മാത്രമേ, വളരെ മോശമായിട്ടുള്ളൊരു ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് 5500 ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 5600 തന്നെയാണ്. 5600 സപ്പോർട്ട് ലഭിച്ച് മാർക്കറ്റ് കുറച്ച് അപ്പർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അഗൈൻ 5760 ആണ് ഫസ്റ്റ് റെസിസ്റ്റൻസ് നെക്സ്റ്റ് വീക്ക്. ദെൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 5820 ആണ്. അതൊരു ഫൈനൽ സെല്ലിംഗ് പോയിൻ്റ് ആയിട്ട് കാണുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മാർക്കറ്റ് വാച്ചിലേക്ക് ഒരു സംശയവുമായി ഒരു പ്രേക്ഷകൻ വിളിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംശയം എന്താണെന്ന് നമ്മൾക്ക് പരിശോധിക്കാം. ഹലോ. ഞാൻ രാജീവാണ്. ഞാൻ നിഫ്റ്റിയിൽ ധാരാളം ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് വാച്ചിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ 5730 ഒരു കറക്ഷൻ വന്നിരിക്കുകയാണ് ഇന്ന്. 5652 നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പൊ ഇവിടെ നിന്ന് ലോങ് പൊസിഷൻ എടുക്കാമോ അതോ അടുത്തൊരു സപ്പോർട്ട് ലെവൽ എവിടെ വരെ പോകാമെന്നതിനെ കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ. ഇപ്പോഴത്തെ നിലയിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും. കാരണം ഇമ്മീഡിയറ്റ് നിങ്ങൾ നിഫ്റ്റിയിൽ ട്രേഡർ ആണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസോടുകൂടി ട്രേഡിംഗ് നടത്തുകയാണെങ്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാം. 5600 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 5600 ബ്രേക്ക് ആണെങ്കിൽ 5530. പക്ഷേ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഇനി മാർക്കറ്റിനെ എന്ന് പറയുന്നത് വരാൻ പോകുന്ന റിസൾട്ടാണ്. നെക്സ്റ്റ് വീക്ക് TCSൻ്റെയും ഇൻഫോസിൻ്റെയും ഒക്കെ റിസൾട്ട് വരുന്നുണ്ട്. അതോടൊപ്പം FISൻ്റെ ആക്ടിവിറ്റിയും വളരെയധികം ക്ലോസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുശേഷം ഉള്ള ഒരു നിഫ്റ്റി ട്രേഡർ ആയതുകൊണ്ട് പ്രധാനമായിട്ടും റിസൾട്ടാണ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കലി 5600 തന്നെ ഒരു സപ്പോർട്ട് സോൺ. ആ ഒരു ലെവൽ നിങ്ങൾക്ക് നിഫ്റ്റിയിൽ ഒരു ബൈയിങ് അഡ്വൈസബിൾ ആണ്. 5760 ആണ് നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ആ ഒരു ലെവൽ ഒരു ഫസ്റ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അതല്ല എങ്കിൽ 5760 മുകളിൽ ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രം അഗൈൻ 5820 എന്ന് പറയുന്നത് നെക്സ്റ്റ് ടാർഗറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം നെക്സ്റ്റ് വീക്ക് വരുന്ന റിസൾട്ട് തന്നെയായിരിക്കും. അതോടൊപ്പം FISൻ്റെ ആക്ടിവിറ്റി. അതിനുശേഷം നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എടുക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് കുറച്ചൊരു ഹയർ ലെവലിലാണ്. അതുകൊണ്ട് റിസ്ക് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റിൽ കുറച്ച് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസോട് കൂടി ട്രേഡിംഗ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിക്ഷേപകരുടെ ഒരു സംശയം, ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ ആണോ എന്നുള്ളതാണ് ജനറലായിട്ട് എല്ലാവരും റേസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ഒരു ആൻസർ എന്ന രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ 5400 to 5200 ഒരു ഫൈനൽ ബൈയിങ് ലെവലായിട്ട് മാർക്കറ്റ് വാച്ച് പലപ്പോഴും റെക്കമെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു ലെവലിൽ നിന്ന് 5200 ലെവലിൽ നിന്നും കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു 10% അടുത്ത് ഹയർ ലെവലിലേക്ക് വന്നു. ഇപ്പോൾ 5730 വന്നതിന് ശേഷം ചെറിയൊരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോഴത്തെ നിലയിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. കാരണം മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ടൊക്കെ വരുന്നു. ഈ റിസൾട്ടിനെ